ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ വെണ്ടയ്ക്ക വെച്ച് നമുക്ക് ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ 2-3 വെണ്ടയ്ക്ക കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ ഒരു സവാളയും 1.5 സവാള അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ അതാണ്ട് തൈര് നമുക്ക് ആവശ്യത്തിന് പുളി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെയൊക്കെ തൈര് എടുക്കാം. ഈ തൈരിനകത്തേക്ക് നമുക്ക് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൂടെ ചേർത്ത് കലക്കണം. അപ്പോൾ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇതിനകത്ത് ചേർക്കാം. എരി എങ്ങനെ ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് മുളക് പൊടിയൊക്കെ ഇടാം. ഞാൻ ഇവിടെ വേണ്ട 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇവിടെ എരി കുറച്ച് മതി. പിന്നെ മല്ലിപ്പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി തിരിഞ്ഞുപോയി. അപ്പോഴും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടാണ് തേക്കുന്നത്. ആവശ്യത്തിന് ഇടുക. പിന്നെ അതിനകത്ത് കുറച്ച് ഉപ്പൂടെ ചേർക്കുക. ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചേർക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കലക്കി എടുക്കുക. തൈര് കുറച്ചുകൂടെയൊക്കെ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെയൊക്കെ ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറി വയ്ക്കാനായിട്ട് വെണ്ടയ്ക്ക വാട്ടിയെടുക്കണം. നമുക്കത് അടുപ്പിൽ പാൻ വയ്ക്കാം. വെണ്ടയ്ക്ക വാട്ടാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവട്ടെ. പാനിൽ ഞാൻ വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ട്. നമുക്കിത് വെണ്ടയ്ക്ക നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇവിടെ വെണ്ടയ്ക്ക നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അധികം കറി വയ്ക്കേണ്ടവർക്ക് ഇനിയും വെണ്ടയ്ക്ക എടുക്കാം, തൈരും ഒക്കെ ചേർക്കാം. ഇത് എനിക്ക് കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തത്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇവിടെ ഞാൻ വേറൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇത് മൺചട്ടി ചൂടാവട്ടെ. ഞാൻ ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ. ഞാൻ അതിനകത്തേക്ക് 2 ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കടുകിടാം. കടുകിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മളെ ചെറിയ ജീരകം അതും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി അതിനകത്തോട്ടിടാം. ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി. നമ്മൾക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള അതിനകത്തിട്ടിടാം. ഇത് വാടട്ടെ. ഈ ചട്ടി ഉണ്ടോ? ഈ മൺചട്ടിക്കൊരു ഇത് ഞാൻ ആറ്റുകാല് പോയപ്പോൾ വാങ്ങിച്ചതാണ്. ആറ്റുകാല് പോയപ്പം പൊങ്കാലയിട്ട ആ പാത്രം അടയ്ക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. ഈ ചട്ടിക്ക് 3 വർഷത്തിൽ കൂടുതലായി. ഈ ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഉള്ളി വാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളി ഒരുവിധം വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ കലക്കി വെച്ചേക്കുന്ന തൈരും മുളക് പൊടിയും എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കാം. ഈ തൈര് മാത്രമായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം. ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. തൈര് മാത്രം ഒഴിച്ച് ഇതുണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കട്ടെ. ലൂസായിട്ട് വേണ്ടവർക്ക് ലൂസായിട്ട് ഉപയോഗിക്കാം. തൈര് മാത്രം കുഴമ്പ് പരുവത്തിലിരിക്കുന്നവർക്കും അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം.
വെണ്ടയ്ക്കയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം. മല്ലിയില വേണ്ടുള്ളവർക്ക് മല്ലിയില ഇടാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൈര് മാത്രം ഒഴിക്കുകയാണെങ്കിൽ നല്ല കുഴമ്പ് പരുവത്തിയിരിക്കും. ഇവിടെ ചപ്പാത്തി കഴിക്കുമ്പം കുറച്ച് ലൂസായിട്ടിരിക്കണം കറി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തത്.